الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസിനികളെ, സൃഷ്ടികർത്താവും സർവ്വലോക നിയന്താവും സർവ്വ അനുഗ്രഹങ്ങളുടെയും ദാതാവുമായ അല്ലാഹുവിന്റെ വിധികളും വിലക്കുകളും പാലിച്ചു ജീവിക്കാൻ പരിശ്രമിക്കണമെന്ന് ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അല്ലാഹു നമുക്കെല്ലാവർക്കും അവനിഷ്ടപ്പെട്ട മാർഗത്തിൽ മരണം വരെ അടിയുറച്ച് മുന്നോട്ടു പോകാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ പ്രപഞ്ചത്തിലെ നിരവധി സൃഷ്ടികളെക്കുറിച്ചും പ്രതിഭാസങ്ങളെക്കുറിച്ചും മനുഷ്യൻ കണ്ടെത്തലുകളും നിരീക്ഷണങ്ങളും നടത്തുന്നതിന്റെ എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവയെക്കുറിച്ചെല്ലാം കൃത്യമായ അറിവുകളും വിവരങ്ങളും നമുക്ക് അറിയിച്ചു നൽകിയിട്ടുണ്ട്. ഉദാഹരണമായി പറഞ്ഞാൽ തേനീച്ച, അവയുടെ കൂടും അവയുടെ തേൻ സമ്പാദനത്തിന്റെ മാർഗവും അത്യത്ഭുതകരമാണ്. പൂക്കളിൽ നിന്ന് പൂക്കളിലേക്ക് യാത്ര ചെയ്ത് തേനിന്റെ ഉറവിടങ്ങൾ കണ്ടെത്തി തന്റെ കൂട്ടത്തിലേക്ക് തിരിച്ചു വന്നൊരു പ്രത്യേക ഡാൻസ് കളിക്കുകയും ആ ഡാൻസിന്റെ ആംഗിൾ, അതിന്റെ ദിശ നോക്കിയിട്ട് കൂടെയുള്ളവർ ദിശ മനസ്സിലാക്കുകയും ആ ഡാൻസിന്റെ സമയ ദൈർഘ്യം മനസ്സിലാക്കിയിട്ട് ദൂരം മനസ്സിലാക്കുകയും പിന്നീടൊരു ഗൈഡില്ലാതെ ഇത് കണ്ടുനിന്ന മുഴുവൻ തേനീച്ചകളും എവിടെയാണോ ഇത് കണ്ടെത്തിയ ആള് ദിശ കാണിച്ചു തന്നത് ആ സ്ഥലത്ത് എത്തുകയും അവിടെ നിന്ന് തേൻ ശേഖരിച്ച് അത് വായിൽ നിന്ന് വായിലേക്ക് ഷെയർ ചെയ്ത് ഷഡ്ഭുജാകൃതിയിൽ അവർ തന്നെ നിർമ്മിച്ച മെഴുകിന്റെ പ്രത്യേകമായ സെല്ലുകളിൽ, അറകളിൽ ആ തേന് കൊണ്ടുവന്ന് നിക്ഷേപിച്ച് അതിനെ പരിപാലിച്ചു കൊണ്ടുവരുന്ന രീതിയെക്കുറിച്ച് മനുഷ്യൻ ഗഹനമായ പഠനങ്ങളും നിരീക്ഷണങ്ങളുമൊക്കെ നടത്തിയത് 16-ാം നൂറ്റാണ്ടിന് ശേഷം ഇത്തരത്തിൽ സൂക്ഷ്മ നിരീക്ഷണ ഉപകരണങ്ങൾ കണ്ടെത്തിയതിനു ശേഷമാണ്. എന്നാൽ 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് വിശുദ്ധ ഖുർആനിൽ തേനീച്ചയെക്കുറിച്ച് അല്ലാഹു പ്രതിപാദിക്കുകയുണ്ടായി. പെൺതേനീച്ചകളാണ് ഈ തേൻ ശേഖരിക്കാൻ പുറപ്പെടുന്നത് എന്നും അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും ആ തേനിൽ ഒളിഞ്ഞുകിടക്കുന്ന ഔഷധങ്ങളുമൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല എങ്ങനെയാണ് ലോകത്തോട് വിളിച്ചു പറഞ്ഞത് എന്ന് ചോദിക്കുമ്പോൾ എല്ലാറ്റിന്റെയും പിന്നിൽ ഒരു സൃഷ്ടാവുണ്ടെന്നും തേനീച്ചകൾക്ക് ഇത്തരമൊരു സ്കില്ല് പകർന്നു കൊടുത്തതും പഠിപ്പിച്ചു കൊടുത്തതും അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് എന്നും അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയാണ്. അപ്പോൾ ഈ പ്രപഞ്ചത്തിലെ ഓരോ സംഗതിയെക്കുറിച്ചും നമ്മൾ നിരീക്ഷിക്കുമ്പോൾ അതിലൂടെ തന്നെ അല്ലാഹുവിനെ കണ്ടെത്താൻ നമുക്ക് സാധിക്കും. ഇപ്പോൾ നമ്മളൊരു തണുപ്പ് കാലത്താണ്. തണുപ്പാണ്, രാത്രിയിലും പ്രഭാതത്തിലുമൊക്കെ തണുപ്പാണ് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഉച്ചയാകുമ്പോഴേക്ക് കനത്ത ചൂട് ഉണ്ടാകുന്നുണ്ടെങ്കിൽ പോലും ആ തണുപ്പിന്റേതായിട്ടുള്ള ഡ്രൈനെസ്സും ഒരു പ്രയാസവുമൊക്കെ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് കുട്ടികളിലും പ്രായം ചെന്നവരിലുമൊക്കെ അതിന്റേതായ പ്രയാസങ്ങൾ നല്ല നിലക്ക് തന്നെ അനുഭവിക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് സഹോദരന്മാരെ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ചില 10 പോയിന്റുകളാണ് നമ്മൾ ഇന്ന് കൈമാറാൻ പോകുന്നത്. ഒന്ന്,
കാലാവസ്ഥയുടെ ഈ മാറ്റം, രാപ്പകലുകളുടെ ഗതിവിഗതികൾ, ഇതെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഖുദ്റത്തിനെ ഓർക്കാനും സ്മരിക്കാനും പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ ആ ഒരു വഹ്ദാനിയത്തിനെ, ഏകത്വത്തെ അംഗീകരിക്കുവാനും ശക്തിയെ ബോധ്യപ്പെട്ടുകൊണ്ട് പടച്ച റബ്ബിലേക്ക് കീഴുതുങ്ങാനും നമ്മളെ പ്രേരിപ്പിക്കുന്നു എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. മാറ്റം കാലാവസ്ഥയിലാകട്ടെ മറ്റു ഏതൊരു വിഷയത്തിലാകട്ടെ, ആ മാറ്റങ്ങൾ കടന്നു വരുമ്പോൾ അല്ലാഹുവിന്റെ ഖുദ്റത്തിനെ, അവന്റെ അളമത്തിനെ നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഖുർആൻ പറഞ്ഞല്ലോ, ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദ് വഖ്തിലാഫിൽ ലൈലി വന്നഹാർ ലആയാതിൻ ലിഉലിൽ അൽബാബ്. ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിലും രാപ്പകലുകളുടെ ഗതിവിഗതികളിലും ഉറ്റാലോചിക്കുന്നവർക്ക് ധാരാളം പാഠങ്ങളുണ്ട് എന്നുള്ളതാണ്. ആലോചിച്ചു നോക്കൂ, എങ്ങനെയാണ് ചൂടുമാറി തണുപ്പ് വരുന്നത്, വെയിലുമാറി തണല് വരുന്നത്, തണല് മാറി വെയിൽ വരുന്നത്, വേനലും മഴയും ഉണ്ടാകുന്നത്, ഉപ്പുജലം ബാഷ്പീകരിച്ച് ശുദ്ധജലമായി മഴയായി പെയ്തിറങ്ങുന്നതിലൂടെ നിർജീവമായ ഭൂമി അതിന്റെ വിത്തിനെ മുളപ്പിക്കുന്നത് എങ്ങനെയാണ്? ഇതൊക്കെ ചിന്തിക്കുമ്പോൾ അല്ലാഹുവിനെ സ്തുതിക്കാനും സ്മരിക്കാനും അൽഹംദുലില്ലാഹ് പറയാനും പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആലയെ വാഴ്ത്തുവാനും, മഴ കാണുമ്പോൾ അല്ലാഹുമ്മ സയ്യിബൻ നാഫിഅ എന്ന് പ്രവാചകൻ പ്രാർത്ഥിച്ചതുപോലെ പ്രാർത്ഥിക്കാനുമൊക്കെ നമ്മുടെ മനസ്സ് നമ്മെ പ്രേരിപ്പിക്കും. അപ്പോൾ കാലാവസ്ഥയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല സംവിധാനിക്കുന്നതാണ്. തണുപ്പ് ഇത് വർദ്ധിച്ചു വന്ന് ജീവിക്കാൻ പറ്റാത്ത സാഹചര്യമായിരുന്നുവെങ്കിൽ എന്ത് ചെയ്യും? 365 ദിവസവും മഴയായിരുന്നെങ്കിൽ എന്ത് ചെയ്യും? സൂര്യൻ ഉദിക്കാതിരുന്നെങ്കിൽ എന്ത് ചെയ്യും? അസ്തമിക്കാതിരുന്നെങ്കിൽ എന്ത് ചെയ്യും? ഇവിടെയാണ് അല്ലാഹുവിന്റെ ഖുദ്റത്തിനെ കുറിച്ച് നമ്മൾ ആലോചിക്കേണ്ടത്. അതുകൊണ്ട് കാലാവസ്ഥയിലുള്ള മാറ്റങ്ങളിൽ നാം അല്ലാഹുവിന്റെ ഖുദ്റത്തിനെ ബോധ്യപ്പെടുക എന്നുള്ളതാണ് ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത്തത് സുഹൃത്തുക്കളെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, അസ്സൗമു ഫിശ്ശിതാഇ അൽ ഗനീമത്തുൽ ബാരിദ. ശൈത്യകാലത്തെ നോമ്പ് പോരാട്ടമില്ലാതെ ലഭിക്കുന്ന യുദ്ധാർജിത സ്വത്ത് പോലെയാണ്. യുദ്ധം ചെയ്യാതെ തന്നെ ശത്രുക്കൾ വിരണ്ടോടി യുദ്ധാർജിത സ്വത്ത് ഉപേക്ഷിച്ചു പോകുമ്പോൾ കിട്ടുന്ന, അധ്വാനമില്ലാതെ കിട്ടുന്ന സമ്പാദ്യം പോലെ റിസ്ക് കുറഞ്ഞതാണ് ഈ തണുപ്പ് കാലത്തെ വ്രതാനുഷ്ഠാനം എന്നാണ്. പണ്ഡിതന്മാർ പറയുന്നു, ആ കാലത്ത് രാത്രി പകൽ സമയം കുറവായിരിക്കും, അതുകൊണ്ട് തന്നെ നോമ്പ് നോൽക്കാൻ എളുപ്പമാണ്. രാത്രി കൂടുതലായിരിക്കും, അതുകൊണ്ട് മതിയായ സമയം ഉറങ്ങി ഖിയാമുൽ ലൈൽ നിർവഹിക്കാൻ ഒരാൾക്ക് എണീക്കാൻ സാധിക്കുന്നതാണ് ഈ തണുപ്പ് കാലം എന്ന് പറയുന്നത്. മഹാനായ ഹസൻ ബസ്രി റഹ്മഹുല്ലാഹ് പറഞ്ഞു, നിഅമസ് സമാനുൽ മുഅ്മിൻ അശ്ശിതാ. മുഅ്മിൻ ഏറ്റവും അനുഗ്രഹീതമായ സമയം അത് തണുപ്പ് കാലത്താണ്. ലൈലുഹു തവീലുൻ യഖൂമു. അതിന്റെ രാത്രിയാകട്ടെ അവന് നിന്ന് നിസ്കരിക്കാൻ മാത്രം സുദീർഘമാണ്. വനഹാറുഹു ഖസീറു യസൂമു. അതിന്റെ പകലുകളാകട്ടെ ദൈർഘ്യം കുറഞ്ഞതാണ് രാത്രിയുമായി കമ്പയർ ചെയ്യുമ്പോൾ. അതുകൊണ്ട് ആ സമയത്ത് അവന് വ്രതമനുഷ്ഠിക്കാൻ എളുപ്പമാണ്, പ്രയാസങ്ങൾ കുറവാണ് എന്നതാണ്. പക്ഷെ നമ്മൾ എവിടെയാണ് ഇത്തരം സമയങ്ങൾ ഉപയോഗിക്കുന്നിടത്ത് എന്നത് ആലോചിക്കേണ്ടതാണ്. ദിവസങ്ങൾ ഓരോന്നും കടന്നു പോകുമ്പോൾ നമ്മുടെ ജീവിതമാണ് അവസാനിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന ബോധം നമുക്ക് എത്ര പേർക്കുണ്ട്? നമുക്ക് ബാക്കി വെക്കാനുള്ളത് നമ്മുടെ കർമ്മങ്ങൾ മാത്രമാണ്. അതുകൊണ്ട് ഏതൊരു അന്തരീക്ഷത്തിലും, ഏതൊരു സാഹചര്യത്തിലും, ഏതൊരു സമയത്തിലും പടച്ച റബ്ബിലേക്ക് അടുക്കാനുള്ള അവസരങ്ങൾ എന്താണുള്ളത് എന്ന് ശ്രദ്ധയോടുകൂടെ, സൂക്ഷ്മതയോടുകൂടെ നോക്കിക്കണ്ട് അത് സമ്പാദിക്കാൻ ശ്രമിക്കുന്നവനായിരിക്കണം മുഅ്മിനായൊരു മനുഷ്യൻ. അതുകൊണ്ട് തന്നെ തണുപ്പുകാലം എന്ന് പറയുന്നത് നമുക്ക് സുന്നത്തായ വ്രതമനുഷ്ഠിക്കാൻ, ഫർള് വിട്ടുപോയവർക്ക് വീട്ടാൻ ഒക്കെയുള്ള ഒരു അനുഗ്രഹീത സാഹചര്യമാണ് എന്ന് പണ്ഡിതന്മാർ പറയുന്നുണ്ട്. മൂന്നാമത്തെ കാര്യം ഖിയാമുൽ ലൈൽ ഫിശ്ശിതാ. ഈ തണുപ്പ് കാലത്ത് രാത്രിയുടെ ദൈർഘ്യം കൂടുമ്പോൾ നേരത്തെ ഉറങ്ങി നേരത്തെ എണീക്കാനുള്ള ഒരു അവസരം നമുക്കുണ്ട് എന്നുള്ളതാണ്. ഖിയാമുൽ ലൈൽ ഏറ്റവും മഹനീയമായ ഒരു ഇബാദത്താണ്. ധാരാളം ആളുകൾ അശ്രദ്ധമാക്കി കളയുന്നതാണ്. ക്രിക്കറ്റിന് വേണ്ടി, ഫുട്ബോളിന് വേണ്ടി, പൊളിറ്റിക്സിന് വേണ്ടി, അല്ലെ സ്വന്തം വീടിന് വേണ്ടി, ജോലിക്ക് വേണ്ടി, യാത്രയ്ക്ക് വേണ്ടി ഒക്കെ ഉറക്കമൊഴിക്കുന്ന ആളുകൾ. അള്ളാഹു ഒന്നാം ആകാശത്തിൽ ഇറങ്ങി നിൽക്കുന്ന, ചോദിച്ചോ നൽകാം, ഇസ്തിഗ്ഫാർ തേടിക്കോ പുറത്തു തരാം, നീ സഹായം ചോദിച്ചോ നിന്നെ സഹായിക്കാം എന്ന് പറയുന്ന സമയത്ത് എത്ര ആളുകൾ എണീറ്റ് ഒരു 3 റക്അത്തെങ്കിലും നിസ്കരിക്കുന്നുണ്ട് എന്നത് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്. അഫ്ദലുസ് സ്വലാത്ത് ബഅദൽ ഫരീദ സ്വലാത്തുൽ ലൈൽ. നിർബന്ധ നമസ്കാരം കഴിഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠമായ നിസ്കാരം സ്വലാത്തുൽ ലൈലാണ്, രാത്രി. അല്ലെ, ഇനിയെങ്ങാനും അസമയത്ത് നെറ്റി ഉണർന്നാൽ മൂത്രമൊഴിച്ച് കിടക്കുക എന്നല്ലാതെ വുദുവെടുത്ത് നിസ്കരിക്കാം എന്ന് ഓർമ്മ പോലുമില്ലാത്തൊരവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. സഹോദരന്മാരെ, ഉറക്കം നമുക്ക് വളരെ അനിവാര്യമാണ്. ഉറക്കത്തിന്റെ കാര്യത്തിൽ നല്ല വാശി പിടിക്കുന്ന ആളുകളുണ്ടാകും. അവരോട് പറയാനുള്ളത്, ഉറക്കം നമ്മുടെ ശരീരത്തിനും ആരോഗ്യത്തിനും നിർബന്ധമാണ്, ഒരു സംശയവുമില്ല. ഇന്ന് സ്ട്രോക്കുകളും അതുപോലെ തന്നെ മറ്റു രോഗങ്ങളും ഒക്കെ വർദ്ധിക്കാനുള്ള കാരണം ഓവർ ടെൻഷനാണ്. അതുപോലെ തന്നെ ഉറക്കമില്ലായ്മയാണ്. ഈ ഉറക്കമില്ലായ്മ എങ്ങനെയാണ് ഉണ്ടാകുന്നത്? ഫോണും കൊണ്ട് ബെഡിലേക്ക് പോയിട്ട്
രാത്രി നട്ടപ്പാതിര വരെ ഫോണിൽ നോക്കിയിരുന്ന് ഉറക്കമൊഴിക്കുന്നതിന്റെ ഉത്തരവാദി നമ്മളല്ലാതെ മറ്റാരാണ്? അതുകൊണ്ട് ഉറക്കം അത്യാവശ്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുകയും അത് നിർവഹിക്കുകയും ചെയ്യുന്നു. അതെപ്പോ നിർവഹിക്കണം? ഇശാ കഴിഞ്ഞാൽ പിന്നീട് നമ്മുടെ അത്യാവശ്യ കാര്യങ്ങൾ നിർവഹിച്ച് വേഗം പോയിട്ട് ഉറങ്ങി നേരത്തെ എണീക്കാനുള്ള ഒരു രൂപമാണ് നമ്മൾ കാണേണ്ടത്. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഈ തണുപ്പ് കാലം എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ ദാസന്മാർക്ക് നല്ല ഒരു ഗനീമത്താണ്. അള്ളാഹുവിലേക്കുള്ള ആ ഒരു ഗനീമത്ത് വാരിക്കൂട്ടാനുള്ള ഒരു അവസരമാണ് ഈ തണുപ്പുകാലം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഫകൂനൂ മിനൽ ആബിദീനൽ ഖായിമീൻ, നിങ്ങൾ അള്ളാഹ്ക്ക് ഇബാദത്ത് ചെയ്യുന്നവരാകണം, പടച്ച റബ്ബിന്റെ മുമ്പിൽ നിന്ന് നിസ്കരിക്കുന്നവരാകണം. രാത്രിയിൽ ധാരാളമായിട്ട് പ്രാർത്ഥിക്കുവാനും തഹജ്ജുദ് നിർവഹിക്കുവാനും നിങ്ങൾ ശ്രമിക്കണമെന്നാണ് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുള്ളത്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് അങ്ങനെ തന്നെയാണ്, മർഹബൻ ബിശ്ശിതാ, തണുപ്പുകാലമേ നിനക്ക് സ്വാഗതം. എന്താ തണുപ്പ് കാലത്തിന്റെ പ്രത്യേകത? തനസ്സലു ഫീഹിൽ ബറക, ആ തണുപ്പ് കാലത്തിൽ ബറക്കത്ത് അവതരിപ്പിക്കപ്പെടുന്നു എന്നതാണ്. രാത്രി ദൈർഘ്യം കൂടുമ്പോൾ നമസ്കരിക്കാനും പകല് ദൈർഘ്യം കുറയുകയും ക്ലൈമറ്റ് ഒരു പ്രയാസമില്ലാത്ത ക്ലൈമറ്റ് ആയിരിക്കുമ്പോൾ നോമ്പിന്റെ ക്ഷീണമറിയാതെ നോമ്പ് നോൽക്കാനും സാധിക്കുന്നതുകൊണ്ട് ഈ സമയം, ഈ സീസൺ ബറക്കത്തുള്ളതാണ് എന്ന് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്. അപ്പോൾ സഹോദരന്മാരെ, നോമ്പനുഷ്ഠിക്കുവാനും രാത്രി നമസ്കരിക്കുവാനും പറ്റിയ നല്ല സീസണാണ് ഈ ഒരു സീസൺ. നാലാമത്തേത് അൽ ഇസ്തിഗ്ഫാറു ഫിൽ അസ്ഹാർ എന്നാണ്. രാത്രി നമസ്കരിക്കാൻ എണീറ്റ് കഴിഞ്ഞാൽ അല്പനേരം പ്രാർത്ഥനയിൽ കഴിച്ചുകൂട്ടുക എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് അടുക്കാനുള്ള ഏറ്റവും നല്ല വഴി ഇസ്തിഗ്ഫാറാണ്. റിസ്ഖ് വർദ്ധിക്കാനും പടച്ച റബ്ബിന്റെ അദാബും കോപവും ശിക്ഷയും ഇറങ്ങാതിരിക്കുവാനും നാം അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ നീങ്ങിക്കിട്ടാനുമുള്ള ഏറ്റവും വലിയ സീക്രട്ട് അത് ഇസ്തിഗ്ഫാറാണ്. തൂബൂ ഇലല്ലാഹി വസ്തഗ്ഫിറൂ, നിങ്ങൾ അല്ലാഹുവിലേക്ക് ഇസ്തിഗ്ഫാർ തേടൂ, തൗബ ചെയ്ത് മടങ്ങൂ. ഫഇന്നി അതൂബു ഫിൽ യൗമി 100 മറ, ഒരു ദിവസം 100-ലധികം തവണ ഞാൻ ഇസ്തിഗ്ഫാറിനെ തേടുന്നു എന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് പറഞ്ഞത്. വിശ്വാസികളെ കുറിച്ച് ഖുർആൻ പറഞ്ഞത് എന്താണ്? വബിൽ അസ്ഹാരി ഹും യസ്തഗ്ഫിറൂൻ, അത്താഴത്തിന്റെ നേരത്ത് അവർ ഇസ്തിഗ്ഫാർ നടത്തുന്നവരാണെന്ന് പറഞ്ഞാൽ റമദാനിൽ അത്താഴം കഴിക്കാൻ എണീക്കുമ്പോൾ ഇസ്തിഗ്ഫാർ നടത്തുന്നു എന്നല്ല അതിന്റെ അർത്ഥം. മറിച്ച് ആ സമയത്ത്, അത്താഴത്തിന്റെ സമയത്ത്, സുബഹിന്റെ തൊട്ട് മുമ്പുള്ള സമയം ഏറെ അനുഗ്രഹീതമായ ബർക്കത്താക്കപ്പെട്ട കാമായ അന്തരീക്ഷമാണ്. ശാന്തമായി പടച്ച റബ്ബിനോട് മനസ്സ് പങ്കുവെക്കുവാനും പാപങ്ങൾ ഏറ്റുപറയാനും ആഗ്രഹങ്ങൾ ചോദിച്ചു വാങ്ങുവാനും നമ്മൾ അനുഭവിക്കുന്ന ബലഹീനതയും പ്രതിസന്ധികളും അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ഏറ്റുപറയാനും പറ്റിയ ആ ഒരു സമയം ഈ സീസണിൽ പ്രത്യേകം ഉപയോഗപ്പെടുത്തണമെന്ന് പണ്ഡിതന്മാർ പ്രത്യേകമായി നമ്മളോട് പറയുന്നുണ്ട്. ആ സമയം ബർക്കത്താക്കപ്പെട്ടതാണ്, പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകപ്പെടുന്നതാണ്, പാപങ്ങൾ പൊറുക്കപ്പെടുന്നതാണ്. ആ ഒരു അവസരം ഒരിക്കലും നമ്മൾ ഉപേക്ഷിക്കാതിരിക്കുക എന്നുള്ളതാണ് നാലാമത്തെ കാര്യം. അഞ്ചാമത്തെ സുഹൃത്തുക്കളെ, അൽ ഇൻഫാഖു അലൽ ഫുഖറാഇ വൽ മസാകീൻ, ഈ സമയത്ത് ഫക്കീറുകളെയും മിസ്കീനുകളെയും നമ്മൾ പരിഗണിക്കുക എന്നുള്ളതാണ്. ഉടുതുണിക്ക് മറുതുണിയില്ലാതെ തണുപ്പിനെ പ്രതിരോധിക്കാൻ പുതപ്പില്ലാതെ വസ്ത്രമില്ലാതെ കഷ്ടപ്പെടുന്ന ആളുകൾ നമ്മുടെ ചുറ്റുകളിലുമുണ്ട്. തെരുവുകളിൽ അന്തിയുറങ്ങുന്ന ആളുകളുണ്ട്. നമ്മുടെ നാട്ടുകാരല്ലാതെ ജോലിക്ക് വേണ്ടി ഈ നാട്ടിൽ വന്ന പാവപ്പെട്ട മനുഷ്യന്മാരുണ്ട്. അവരെയെല്ലാം സഹായിക്കാൻ നമുക്ക് സാധിക്കുക എന്നത് ഈ സമയത്ത് വലിയൊരു കാര്യമായിട്ട് പണ്ഡിതന്മാർ എടുത്തു പറയുന്നുണ്ട്. അർറഹിമൂന യർഹമുഹുമുർ റഹ്മാൻ, കരുണ ചൊരിയുന്നവരോട് പടച്ച റബ്ബ് കരുണ ചൊരിയും. ഇർഹമൂ മൻ ഫിൽ അർദ് യർഹമുകും മൻ ബിസ്സമാ, ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കരുണ കാണിക്കൂ, ആകാശത്തുള്ളവൻ നിങ്ങളോട് കരുണ കാണിക്കുമെന്നാണ്. പ്രയാസപ്പെടുന്നവരെ കണ്ടില്ലെന്ന് നടിക്കാൻ നമുക്കാവില്ല. നമ്മുടെ ചുറ്റുഭാഗത്ത് ജീവിക്കുന്നവരുടെ ആവശ്യങ്ങൾ എന്താണ് എന്നറിയുന്നവനാണ് ഒരു വിശ്വാസി. അല്ലാഹുവിന്റെ പ്രവാചകൻ അങ്ങനെയായിരുന്നു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അങ്ങനെയായിരുന്നു. രാജ്യം ഭരിക്കുന്ന സമയത്ത് പോലും അബൂബക്കർ റളിയല്ലാഹു അൻഹു, ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ഒക്കെ ആ രാജ്യത്ത്, ആ നാട്ടിലുണ്ടായിരുന്ന പാവങ്ങളുടെ ആശ്രയമായിരുന്നു. പാവങ്ങളുടെ ആടിനെ കറന്നത് അബൂബക്കർ റളിയല്ലാഹു അൻഹു ആണ്. വൃദ്ധകളുടെ കാഷ്ടവും മൂത്രവും വൃത്തിയാക്കിയത് അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ആണ്. പാവങ്ങൾക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ കണക്ക് നോക്കാതെ പണം ചിലവഴിച്ചത് മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു ആയിരുന്നു എന്നത് ചരിത്രം നമ്മളെ പഠിപ്പിക്കുമ്പോൾ, സഹോദരന്മാരെ, ഈ സീസണിൽ പ്രയാസപ്പെടുന്ന ആളുകളെ, ജോലിയില്ലാത്തവരെ, അത്യാവശ്യം തണുപ്പിനെ പ്രിവെന്റ് ചെയ്യാനുള്ള വസ്ത്രവും അതുപോലെ തന്നെ പുതപ്പുകളുമില്ലാത്തവരെ നാം സഹായിക്കുക എന്നുള്ളതാണ്. മൻ കാന ഫീ ഹാജത്തി അഖീ
ഹാജത്തു അഖീ കാന അല്ലാഹു ഫീ ഹാജതിഹി. ആരെങ്കിലും ആളുകളുടെ ആവശ്യത്തിന് വേണ്ടി ഇറങ്ങിപ്പുറപ്പെട്ടാൽ, തന്റെ സഹോദരന്റെ ആവശ്യം നിർവഹിക്കാൻ ആരെങ്കിലും ഇറങ്ങിപ്പുറപ്പെട്ടാൽ നമ്മുടെ ആവശ്യം നിർവഹിക്കാൻ അള്ളാഹു ഇറങ്ങിപ്പുറപ്പെടും എന്നുള്ളതാണ്. അതുകൊണ്ട് ഫുഖറാഉകളെ, മസാഖീനുകളെ, പാവങ്ങളെ, അഗതികളെ, അനാഥകളെ, വൃദ്ധകളെ, അതുപോലെ തന്നെയുള്ള യതീമുകളെ, വിധവകളെ ഒക്കെ നമ്മുടെ സമ്പത്ത് കൊണ്ട് സഹായിക്കാൻ നമുക്ക് പറ്റിയാൽ ഈ സീസൺ എന്ന് പറയുന്നത് ഇബാദത്തിൽ ബർക്കത്ത് മാത്രമല്ല, നമ്മുടെ റിസ്ഖിലും നമ്മുടെ മാലിലും ബർക്കത്ത് വർഷിക്കാൻ കാരണമാകുമെന്ന കാര്യം നാം മനസ്സിലാക്കുക. ആറാമത്തെ കാര്യം സുഹൃത്തുക്കളെ, അശ്ശുക്റു ലില്ലാഹി തആല, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ശുക്ർ കാണിക്കുക എന്നുള്ളതാണ്. മതിയായ ഭക്ഷണവും മതിയായ താമസവും മതിയായ വസ്ത്രവും ഏതൊരു സീസണിലും അതിന്റേതായിട്ടുള്ള പ്രയാസങ്ങൾ ബാധിക്കാതെ സുഖകരമായി ജീവിക്കാനുള്ള അന്തരീക്ഷം സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹദാതാവായ പടച്ചറബ് നമുക്ക് നൽകിയിട്ടുണ്ടെങ്കിൽ അതൊരു നിഅമത്താണ്. വജഅല ലക്കും സറാബീല തഖീകുമുൽ ഹർറ വസറാബീല തഖീകും ബഅസുക്കും. അല്ലാഹു പറയാണ്, നിങ്ങളെ ചൂടിൽ നിന്നും അതുപോലെ തന്നെ പ്രയാസങ്ങളിൽ നിന്നും എല്ലാം സംരക്ഷിക്കാൻ നിങ്ങൾക്ക് വസ്ത്രം ഉണ്ടാക്കി തന്നവൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. നമുക്കെല്ലാ സൗകര്യങ്ങളും നൽകിയവൻ അല്ലാഹുവാണ്. അതുകൊണ്ട് കനത്ത തണുപ്പിന്റെ പ്രയാസങ്ങൾ ബാധിക്കാതെ, കനത്ത ചൂടിന്റെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കാതെ, രോഗമുണ്ടായിരുന്നാൽ പോലും അതിനെ പ്രതിരോധിക്കാനുള്ള മാർഗങ്ങൾ നൽകിയ പടച്ചറബിന് ശുക്റുള്ളവരായിരിക്കുക. വഇത്തഅദന റബ്ബുക്കും ലഇൻ ശകർതും ലഅസീദന്നകും. നിങ്ങൾ പടച്ചറബിന് ശുക്ർ കാണിക്കാൻ തയ്യാറാണോ, അല്ലാഹു നിങ്ങൾക്ക് ഏറ്റി നൽകുമെന്ന് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു നമ്മളെ പഠിപ്പിക്കുമ്പോൾ ആ ശുക്ർ കാണിക്കുന്നിടത്ത് നമ്മൾ അശ്രദ്ധരാകരുത്, നന്ദി കെട്ടവരായിട്ട് നമ്മൾ മാറരുത് എന്നുള്ളതാണ്. നമ്മുടെ മുൻഗാമികൾ ഈ കാലത്തെ ഏറ്റവും നല്ല നിലക്ക് ഉപയോഗിക്കുകയും അല്ലാഹുവിലേക്ക് അടുക്കാൻ താല്പര്യത്തോടുകൂടെ പരിശ്രമിക്കുകയും ചെയ്തിരുന്നെങ്കിൽ എന്താണ് ഇന്നത്തെ അവസ്ഥ? ആളുകൾ പലപ്പോഴും ആരാധനയും മറ്റു കാര്യങ്ങളും ഒക്കെ ഉപേക്ഷിക്കുകയും പടച്ചറബ് സുബ്ഹാനഹു വ തആല നൽകിയ അനുഗ്രഹങ്ങളെ ബോധമില്ലാതെ നൽകാത്തതിനെക്കുറിച്ച് ആലോചിച്ച് നിരാശപ്പെട്ട് കഴിച്ചുകൂട്ടുകയും ചെയ്യുന്ന അവസ്ഥയാണ് നാം ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈമാൻ ഹൃദയത്തിൽ ജ്വലിച്ചു നിൽക്കുന്ന വിശ്വാസികൾ ഇത്തരം അവസരങ്ങളെ നന്മക്ക് ഉപയോഗപ്പെടുത്തുകയാണ് ചെയ്യേണ്ടത്. ഏഴാമത്തെ കാര്യം സുഹൃത്തുക്കളെ, ക്ഷമയാണ്. ഏതൊരു സമയത്തും ഏതൊരു കാലഘട്ടത്തിലും അനുഗ്രഹങ്ങൾ ഒരുപാടുണ്ടാകും. അനുഗ്രഹങ്ങളെക്കുറിച്ച് ഓർത്ത് സമാധാനമടയുന്നതിലപ്പുറം ആളുകൾ പലപ്പോഴും അനുഗ്രഹത്തെ മറന്നുകൊണ്ട് പ്രയാസങ്ങളെക്കുറിച്ച് ഓർക്കാനാണ് ആളുകൾ എപ്പോഴും ശ്രമിക്കാറുള്ളത്, അല്ലെ? അതുകൊണ്ടാണ് എങ്ങനെ പോകുന്നു എന്ന് ചോദിച്ചാൽ അങ്ങനെ പോകുന്നു എന്ന് പറയാനുള്ള കാരണം എന്താണ്? നിഅമത്തിനെക്കുറിച്ച് ഓർമ്മയില്ലാത്തത് കൊണ്ടാണ്, കിട്ടാത്തതിനെക്കുറിച്ച് നല്ല ബോധ്യമുള്ളത് കൊണ്ടാണ് അങ്ങനെ പറയാൻ ഒരാൾക്ക് സാധിക്കുന്നത്. ഒരു വിശ്വാസിയോട് അങ്ങനെ ചോദിച്ചാൽ അയാൾ പറയുക, അൽഹംദുലില്ലാഹ്, അള്ളാഹുവിനാകുന്നു സർവസ്തുതിയുമെന്നാണ് പറയുക. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കുക, ഏതൊരു സമയത്തും അതിന്റേതായ പ്രയാസങ്ങൾ ഉണ്ടാകും, അല്ലെ? ഏതൊരു ജോലിക്കും അതിന്റെ പ്രയാസം ഉണ്ടാവും പറയുന്ന പോലെ തന്നെ ഏതൊരു സിറ്റുവേഷനിലും അതിന്റേതായ പ്രയാസങ്ങളും ഉണ്ടാകും, അനുകൂലതകളും ഉണ്ടാകും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് രോഗം എന്തെങ്കിലും ബുദ്ധിമുട്ടുകളൊക്കെ ബാധിക്കുമ്പോൾ അക്ഷമ കാണിക്കാതിരിക്കുക, നശിച്ച ക്ലൈമറ്റ്, എന്തൊരു പ്രയാസമാണ് എന്നൊന്നും പറയാതിരിക്കുക, അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നന്ദികേടിന്റെ വാക്കുകൾ ഉരുവിടാതിരിക്കുക. അതുപോലെ തന്നെ ഏതൊരു സീസണിലും ആ കാലത്ത് സ്വീകരിക്കേണ്ടതായിട്ടുള്ള പിന്നെ മുൻകരുതലുകൾ ഉണ്ടാകാം. ആ മുൻകരുതലുകൾ നമ്മൾ സ്വീകരിക്കുക എന്നതാണ് ചെയ്യേണ്ടത്. അത് ഏറ്റവും അനിവാര്യമായിട്ടുള്ള കാര്യമാണ്. സാധാരണ പറയപ്പെടാറുള്ളത് പോലെ അൽ വിഖായത്തു ഖൈറും മിനൽ ഇലാജ്, പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്നാണ്. അതായത് ഒരു രോഗം നമ്മെ ബാധിക്കും മുമ്പ് അതിനെ പ്രതിരോധിക്കലാണ് ഏറ്റവും നല്ലത് എന്നതാണ് പറഞ്ഞതിന്റെ ചുരുക്കം. അതുകൊണ്ട് തന്നെ ഈ സമയത്ത് നമ്മൾ സ്വീകരിക്കേണ്ട മുന്നൊരുക്കങ്ങൾ സ്വീകരിക്കുക, പടച്ചറബ് സുബ്ഹാനഹു പ്രാർത്ഥിക്കുക, രോഗം വന്നാൽ ചികിത്സിക്കുക. അതുപോലെ തന്നെ എന്തെങ്കിലും പ്രയാസങ്ങൾ അനുഭവിക്കുമ്പോൾ പോസിറ്റീവായി ചിന്തിക്കുക. എനിക്ക് പടച്ചറബിനെ ഓർക്കാൻ, എന്റെ പാപങ്ങൾ പൊറുക്കപ്പെടാൻ ഒക്കെയുള്ളൊരു കാരണമാണല്ലോ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, പനിയെ നിങ്ങൾ ശപിക്കരുത്, അതിലൂടെ പാപങ്ങൾ പൊറുക്കപ്പെടും എന്ന് പറയുകയുണ്ടായി. ഈ രംഗത്തുള്ള ആരോഗ്യ വിദഗ്ധന്മാർ എന്താണ് പനിയെക്കുറിച്ച് പറയുന്നത്? പനി അനുകൂലമാണ്, പനിക്കണമെന്നാണ്. പനിച്ചിട്ടില്ലെങ്കിലാണ് പ്രശ്നം, അല്ലെ? പനിക്കുന്നത് ശരീരം ഒരു രോഗാണുവിനെ പ്രതിരോധിക്കുന്നതിന്റെ അടയാളമാണ് പനിക്കുന്നത്. അതുകൊണ്ട് പനി ഒരിക്കലും നെഗറ്റീവായിട്ട് നമ്മൾ കാണേണ്ടതില്ല. ജലദോഷവും കഫക്കെട്ടും ചുമയൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ അതിനുവേണ്ട ചികിത്സ തേടുക. ചുമയ്ക്കുള്ള ആളുകൾ കയ്യിലൊരു കർച്ചീഫൊക്കെ കരുതുക. കാരണം ചുമക്കുമ്പോൾ മറ്റുള്ളവർക്ക് അത് ബുദ്ധിമുട്ടാകാതിരിക്കാൻ വേണ്ടി വേണമെങ്കിൽ അവർക്ക് മാസ്ക് ധരിക്കാവുന്നതാണ്. രോഗികളാണ് മാസ്ക് ധരിക്കേണ്ടത്, അല്ലാത്തവരല്ല. അങ്ങനെ പ്രയാസമുള്ളവർ അത്തരം
കാര്യങ്ങൾ ചെയ്യുക, അതിനു വേണ്ടിയിട്ട് പറ്റിയ മെഡിസിൻസ്, ഏത് മേഖലയിൽ നിന്നാണോ മെഡിസിൻസ് എടുക്കുന്നത് ആ മേഖലയിലെ മെഡിസിൻസ് കഴിക്കുക, രോഗത്തെ സമാധാനത്തോടുകൂടെ നമ്മൾ എന്ത് ചെയ്യുക, ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്ത് തൃപ്തിപ്പെട്ട് മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. 7 കാര്യങ്ങളാണ് നമ്മൾ ഓർമ്മപ്പെടുത്തിയത്. ഒന്നാമത്തെ കാര്യം, കാലം മാറുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഖുദ്റത്താണ് അതിൽ നിന്ന് വ്യക്തമാകുന്നത്. രണ്ടാമത്തെ കാര്യം, നോമ്പ് നോൽക്കാൻ പറ്റിയ അവസരമാണിത്. മൂന്നാമത്തെ കാര്യം, രാത്രി നമസ്കരിക്കാൻ പറ്റിയ സമയമാണിത്. അതുപോലെ തന്നെ ആ സന്ദർഭത്തിൽ എണീറ്റ് ഇസ്തിഗ്ഫാർ നടത്തേണ്ടതാണ്. അതാണ് 4ാമത്തെ കാര്യം. 5ാമത്തെ കാര്യം, പാപങ്ങളെ സഹായിക്കുക എന്നുള്ളതാണ്. 6ാമത്തെ കാര്യം, പടച്ചറബ് നമുക്ക് ഏതൊരു സമയത്തും ജീവിക്കാൻ തന്ന അനുഗ്രഹങ്ങളെ ഓർത്ത് ശുക്റുള്ളവരാവുക എന്നുള്ളതാണ്. 7ാമത്തെ കാര്യം, ഈ സമയത്തുണ്ടാകുന്ന പ്രയാസങ്ങൾക്ക് നേർക്കുനേരെ വേണ്ട ട്രീറ്റ്മെന്റ് നമ്മൾ എടുക്കുകയും പ്രാർത്ഥിക്കുകയും സമാധാനത്തോടെ ക്ഷമയോടുകൂടെ കാര്യങ്ങൾ നേരിടുകയും ചെയ്യുക എന്നുള്ളതാണ്. ഓരോ സമയത്തും പാലിക്കേണ്ട ഇസ്ലാമികമായ മര്യാദകളും ചിട്ടകളും പാലിച്ചു മുന്നോട്ട് പോകാൻ അള്ളാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്ന് ഒരിക്കൽ കൂടെ ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. തണുപ്പുകാലവും ചൂടുകാലവും നമ്മെ ഓർമ്മിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ഒരു വിഷയം പലപ്പോഴും നമ്മൾ ആരും ഓർക്കാറില്ല എന്നതാണ് സത്യം. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, ഇസ്തകത്തിന്നാറു ഇലാ റബ്ബിഹ, നരകം അള്ളാഹുവിന്റെ അടുക്കൽ വന്ന് ആവലാതിപ്പെടും. എന്താണ് പറയുന്നത്? റബ്ബി അഖല ബഅദി ബഅദ, അള്ളാഹുവെ എന്റെ ഒരു ഭാഗം എന്നെ തന്നെ തിന്നുകൊണ്ടിരിക്കുകയാണ് പടച്ചോനെ. ഫഅദിന ലഹാ ബിനഫസൈൻ, നഫസും ഫി ശിതാഇ വനഫസും ഫി സ്വൈഫ്. ആ സന്ദർഭത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തിന് അതിന്റെ ചൂടൊന്ന് പുറത്തേക്ക് വിടാൻ, നിശ്വസിക്കാനുള്ള പെർമിഷൻ കൊടുക്കും. അതിലൊന്ന് ചൂടുകാലത്താണ്. ഭൂമിയിൽ കനത്ത ചൂട് നിങ്ങൾ അനുഭവിക്കുന്ന സമയം, അത് നരകം അതിന്റെ ചൂട് പുറംതള്ളിയ സമയമാണ്. അതുപോലെ തന്നെ ഭൂമിയിൽ നിങ്ങൾ ഏറ്റവും അധികം തണുപ്പ് അനുഭവിക്കുന്ന സമയം, അതും നരകം അതിന്റെ നിശ്വസിക്കുകയോ ശ്വസിക്കുകയോ ചെയ്യുമ്പോഴുണ്ടാകുന്ന തണുപ്പാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ചൂട് അസഹ്യമാകുമ്പോൾ നിങ്ങൾ പടച്ച റബ്ബിനോട് നരകത്തിൽ നിന്ന് രക്ഷ തേടണം. തണുപ്പ് അസഹ്യമാകുമ്പോഴും നിങ്ങൾ നരകത്തിൽ നിന്ന് രക്ഷ തേടണം. സലഫുകൾ പ്രാർത്ഥിച്ചിരുന്നു, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ഫൈഹി ജഹന്നം, നരകത്തിന്റെ തീജ്വാലയിൽ നിന്ന്, അതിന്റെ ആ ആവിയിൽ നിന്ന് ഞാൻ നിന്നോട് രക്ഷ തേടുന്നു. വസം ഹരീരി ജഹന്നം, നരകത്തിന്റെ ആ കുളിര്, ആ ഒരു തണുപ്പ്. നരകം തീയാണെങ്കിൽ പോലും നരകത്തിൽ ഗസ്സാഖ് എന്ന വെള്ളം, അത് കനത്ത തണുപ്പാണ്. കനത്ത തണുപ്പാണ്. തീയേറ്റ് തൊലി ഉരിഞ്ഞുപോയ ദേഹത്തേക്ക് അതിശക്തമായ തണുപ്പുള്ള വെള്ളമൊഴിക്കുമ്പോൾ എന്ത് സംഭവിക്കുമെന്നത് നമുക്ക് ഊഹിച്ചാൽ അറിയാവുന്ന കാര്യമാണ്. പെയിൻഫുള്ളായിട്ടുള്ള പണിഷ്മെന്റാണ് യഥാർത്ഥത്തിൽ ഗസ്സാഖ് എന്ന അതിശക്തമായ തണുപ്പുള്ള വെള്ളം. അതുകൊണ്ട് ചൂടും തണുപ്പും അത് വർദ്ധിച്ചു വരുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഓർമ്മ വരേണ്ടത് നരകത്തെയാണ് എന്നതാണ് 8ാമത്തെ പോയിന്റായിട്ട് പറയാനുള്ളത്. സാഹിദീങ്ങൾ, ഈ ഭൗതിക ലോകത്തോട് വിരക്തി കാണിച്ച് ജീവിച്ചിരുന്ന ചില ആളുകൾ, അവര് ഈ മഞ്ഞ് പെയ്യുമല്ലോ അല്ലെ, മഞ്ഞ് പെയ്യുമ്പോൾ നമ്മൾ എന്താ ചെയ്യാറുള്ളത്? വേഗം മറ്റൊരാളുടെ കയ്യിൽ ക്യാമറ തുറന്നു കൊടുത്തിട്ട് ആ മഞ്ഞിനെങ്ങനെ എൻജോയ് ചെയ്യും അല്ലെ, അങ്ങനെയാണ് ചെയ്യാറുള്ളത്. മുൻഗാമികൾപ്പെട്ട ഒരാൾ പറയുകയാണ്, മാ റഅയ്തു സൽജ് യതസാഖത് ഇല്ലാ തദക്കറത്, ഇങ്ങനെ മഞ്ഞു പെയ്യുമ്പോൾ ഞാൻ ഓർക്കാറുള്ളത് പടച്ച റബ്ബിന്റെ മുമ്പിൽ എണീറ്റ് നിൽക്കുന്നതും എന്റെ സുഹഫ്, എന്റെ കിതാബ് എന്റെ മുമ്പിൽ ഇങ്ങനെ വിരിച്ചു കാണിച്ചു തന്ന് എന്നെ വിചാരണ ചെയ്യുന്നതുമൊക്കെയാണ് ഞാൻ ആലോചിക്കാറുള്ളത് എന്നതാണ് മുൻഗാമിയായ ഒരാളെക്കുറിച്ച് പണ്ഡിതന്മാർ ഉദ്ധരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഏത് ക്ലൈമറ്റിലും ഏത് സിറ്റുവേഷനിലും നമ്മൾ ഓർക്കേണ്ടത് നമ്മുടെ പരലോകവും അവിടെ പടച്ചോൻ ഒരുക്കി വെച്ച നരകവും സ്വർഗവുമാണ് അല്ലെ. മക്കള് നമ്മളോട് കളവ് പറയുമ്പോൾ നമുക്ക് ഭയങ്കര വേദനയാണ്. അങ്ങനെയെങ്കിൽ വായുവും വെള്ളവും ജീവനും ഇക്കണ്ട അനുഗ്രഹങ്ങളെല്ലാം നൽകിയ പടച്ച റബ്ബിനോട് നാം കാണിക്കുന്ന കള്ളത്തരവും, നാം കാണിക്കുന്ന അഴിമതിയും, നാം കാണിക്കുന്ന പൂഴ്ത്തിവെപ്പും, നാം കാണിക്കുന്ന വഞ്ചനയും അല്ലെ, പടപ്പുകട മുന്നിലെല്ലാം മാന്യന്റെ വേഷം കെട്ടി നടക്കുന്ന നമ്മൾ അള്ളാഹുവിന്റെ മുമ്പിൽ ആരാണെന്ന് കൃത്യമായിട്ട് നമുക്കറിയാമല്ലോ. അതുകൊണ്ട് ഏതൊരു സാഹചര്യവും നമുക്ക് നമ്മളെക്കുറിച്ച് ആലോചിക്കാനും പരലോകത്തെക്കുറിച്ച് ആലോചിക്കാനും
വിചാരണയെക്കുറിച്ച് ആലോചിക്കാനുള്ള അവസരമാണ്. ഈ ക്ലൈമറ്റും അങ്ങനെ തന്നെയാണ്. 9ാമത്തെ കാര്യം സുഹൃത്തുക്കളെ, മുജാഹദത്തുൻ നഫ്സ്. ഈ സമയത്ത് നമ്മുടെ മനസ്സിനെ ഒന്ന് ഒതുക്കാനുണ്ട്. ഇന്ന് സുബഹയ്ക്ക് ജമാഅത്തിന് പങ്കെടുത്തവർ ഒന്ന് കൈപൊക്കൂ എന്ന് പറഞ്ഞാൽ എത്ര ആളുകൾക്ക് കൈപൊക്കാൻ പറ്റും? എന്തായിരുന്നു നമുക്ക് തടസ്സം? നല്ല തണുപ്പത്ത് ബ്ലാങ്കറ്റും പുതച്ച് ഊർക്കം വലിച്ചുറങ്ങുമ്പോ നല്ല സുഖ. പക്ഷെ സുഹൃത്തുക്കളെ, ഇതിനേക്കാൾ സമയം കഴിച്ചുകൂട്ടേണ്ടത് ഖബറിലാണ്. അതിനേക്കാൾ സമയം അല്ല, സമയത്തിന്റെ ലിമിറ്റില്ലാത്ത കാലം കഴിച്ചുകൂട്ടേണ്ടത് പരലോകത്താണ്. ഖബറിൽ ആളുകൾ ഇറക്കി വെച്ച് തിരിച്ചു പോരുമ്പോ മലക്കുകൾ വന്ന് ചോദ്യം ചോദിച്ച് അവരും തിരിച്ചുപോയാൽ പിന്നീട് ഒരാൾ അനുഭവിക്കുന്ന എന്താ അറിയും? അയാളുടെ തലഭാഗത്ത് വലിയ പാറക്കല്ലുമായിട്ടൊരു മലക്ക് നിൽക്കും. ആ പാറക്കല്ല് കൊണ്ട് തല ചതച്ചരച്ചുകൊണ്ടിരിക്കും. ആരാണ് ഇയാൾ? ഉപദേശങ്ങളൊന്നും കേൾക്കാത്തിന്റെ ഒരു കുറവുമില്ല. എല്ലാ ഷോർട്സും റീൽസും വീഡിയോസും പരിപാടിയും ക്ലാസ്സും ഒക്കെ കേൾക്കുന്നുണ്ട്. ഖുതുബ ശ്രദ്ധിച്ച് കേൾക്കുന്നുണ്ട്. പക്ഷേ കേൾക്കണതൊക്കെ ഒരു വൈക്കും, നമ്മൾ വേറെ വൈക്കും. അതന്നെ ഖുർആൻ പഠിച്ചിട്ടും ഖുർആനിനെ അവൻ അവഗണിച്ചു. അവനവന്റെ താന്തോന്നിത്തരങ്ങൾ സ്വീകരിച്ചു മുന്നോട്ട് പോയി. ആർക്കാ സുഹൃത്തുക്കളെ ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളും മോഹങ്ങളും ഇല്ലാത്ത? അതൊക്കെ പൂർത്തീകരിക്കാനുള്ള ലോകമാണിത് എങ്കിൽ നബിക്കും സഹാബത്തിനൊക്കെ കള്ളുടിക്കായിരുന്നില്ലേ, ഡാൻസ് കളിക്കായിരുന്നില്ലേ? അന്നുണ്ടായിരുന്നു എല്ലാ വൈബും, ഈ പറയപ്പെട്ട എല്ലാ പരിപാടികളും. അവരാരും അതിലൊന്നും തലയിട്ടിട്ടില്ല. ഇതൊന്നും ആസ്വദിച്ചില്ലെങ്കിൽ ആണാവില്ലെന്ന് അവരാരും പറഞ്ഞിട്ടില്ല. മാറി വരുന്ന ട്രെൻഡുകൾ പേറിയില്ലെങ്കിൽ കാലം തിരിയാത്തവനായി മുദ്രകുത്തപ്പെടുമോ എന്ന് സ്വഹാബത്ത് ആരും കണക്കുകൂട്ടിയിട്ടില്ല. ശത്രുക്കൾ എമ്പാടും പരീക്ഷിച്ചിരുന്നു അവരെ. അവരുടെ ശരീരത്തെ, അവരുടെ വേഷത്തെ, അവരുടെ രൂപത്തെ, അവരുടെ കോലത്തെ പല നിലക്കും അവർ ട്രോളിയിരുന്നു. പക്ഷെ അവരുടെ വിശ്വാസം എന്താണെന്നറിയോ? വല്ലദീന തഖൗ ഫൗഖഹും യൗമൽ ഖിയാമ. നിങ്ങൾ പരിഹസിച്ചോളി കുട്ടികളെ, നിങ്ങളെക്കാളും എത്രയോ ഉന്നതങ്ങളിലാണ് പടച്ചോനെ സൂക്ഷിച്ച് ജീവിച്ചവർ പരലോകത്ത് എന്ന പടച്ചോന്റെ ആശ്വാസത്തിന്റെ വാക്കില് സമാധാനമടഞ്ഞിട്ട് സ്വഹാബത്ത് നിലപാടിൽ ഉറച്ചു മുന്നോട്ട് പോയവരായിരുന്നു. അതുകൊണ്ട് നമ്മള് ചിന്തിക്കുക, മനസ്സിലാക്കുക. കിട്ടുന്ന ദീന് അത് വെറും കേൾക്കാനുള്ളത് മാത്രമല്ല, നമ്മുടെ ജീവിതത്തിൽ മാറ്റാനുള്ളതാണ്, നമ്മുടെ ജീവിതത്തിൽ പകർത്താനുള്ളതാണ്. വെറുതെ ഇങ്ങനെ കേട്ടുപോവാന്നുള്ളതല്ല, കടമ കഴിച്ചു പോവാന്നുള്ളതല്ല. പടച്ചോനെ, എനിക്കൊരു ജീവിതം നീ പരീക്ഷണമായിട്ട് തന്നതാണല്ലോ. അടുത്ത നിമിഷം ഞാൻ മരിച്ചാൽ എന്റെ മുമ്പിൽ തുറക്കപ്പെടുന്ന ഖബറിൽ എനിക്കിതിന്റെ റിസൾട്ട് കാണേണ്ടി വരുമല്ലോ എന്ന ബോധം സ്വന്തം മനസ്സിൽ നിന്ന് ഇല്ലാതെ ആർക്കെങ്കിലും വേണ്ടിയിട്ട് ഡ്രാമ കളിക്കാൻ നമ്മൾ ഇറങ്ങിപ്പുറപ്പെട്ടാൽ, ആരുടെയെങ്കിലും അടിമത്വത്തിന് നമ്മൾ കീഴ്പ്പെട്ടു പോയി കഴിഞ്ഞാൽ സുഹൃത്തുക്കളെ കിടക്കാൻ കൂടൂല ഖബറിൽ കേട്ടോ, കിടക്കാൻ കൂടൂല. നമ്മൾ മരിച്ചപ്പോ കരഞ്ഞോലൊക്കെ കുറച്ച് കഴിഞ്ഞാൽ ചിരിക്കും. അതൊന്നും ആലോചിച്ച് നിങ്ങൾ ഇടങ്ങാറാണ്ട കേട്ടോ. ഞാൻ മരിച്ച എന്റെ കുട്ടികളെങ്ങനെ ജീവിക്കും, എന്റെ മക്കളെങ്ങനെ ജീവിക്കും, എന്റെ ഭാര്യ എങ്ങനെ ജീവിക്കും, എന്റെ ഭർത്താവ് എങ്ങനെ ജീവിക്കും, എന്റെ ഓഫീസിലായി ഈ കസേരയിൽ ആരിയ്ക്കും, ഞാൻ മരിച്ചാൽ ഈ ബിസിനസ്സൊക്കെ ആര് കൊണ്ടെടുക്കും? ഇതൊന്നും ആലോചിച്ച് നിങ്ങളെ വിഷമിക്കണ്ട. ആ നിങ്ങളെക്കാൾ സൂപ്പറായിട്ട് കൊണ്ടെടുക്കാൻ ആൾക്കാർ വരും. പക്ഷെ അന്ന് നമ്മൾ ഖബറിലേക്ക് കയറും. അവിടെ ആര് സഹായിക്കും? നമസ്കാരം ഒഴിവാക്കി കൂർക്കം വലിച്ചുറങ്ങിയവരുടെ തല ചതച്ചരക്കുമെന്ന് പറയുമ്പോൾ ഈ ഇരിക്കുന്ന ഇരുത്തം വരേക്കും എത്ര ജമാഅത്ത് നമ്മൾ നഷ്ടപ്പെടുത്തിയിട്ടുണ്ടാവും എന്നുള്ളത് ചിന്തിച്ചാൽ മതി. എയർപോർട്ടിലേക്ക് നമ്മൾ സമയത്തിന് ഓടിയെത്തി, റെയിൽവേ സ്റ്റേഷനിലേക്ക് നമ്മൾ സമയത്തിന് ഓടിയെത്തി, പരീക്ഷാ ഹാളിക്ക് നമ്മൾ സമയത്തിന് ഓടിയെത്തി. അതേ നമുക്ക് എന്തേ പള്ളിയിലേക്ക് ഓടിയെത്താൻ പറ്റാത്തത്? ഇഷ്ടംപോലെ പള്ളിയാണെന്ന് ആൾക്കാർ പറയുന്നത്. ഏത് പള്ളിയിലജ്ജുള്ളത്? അതുകൊണ്ട് സുഹൃത്തുക്കളെ, തണുപ്പുകാലം ഊർക്കം വലിച്ചുറങ്ങാനുള്ളതല്ല, എണീറ്റ് പടച്ച റബ്ബിന്റെ മുമ്പിൽ നിസ്കരിക്കാനുള്ളതാ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞേ, ഇസ്ബാഗുൽ വുദൂഇ അൽ മക്കാരി, തണുപ്പുള്ളപ്പോഴും വുദൂ പൂർത്തിയാക്കി നിർവഹിക്കുന്ന ആൾക്കാർക്ക് സ്വർഗ്ഗമുണ്ട്. നല്ല തണുപ്പുള്ളപ്പം വെറുതെ ഇങ്ങനെ കുടഞ്ഞു പോവാന്നുള്ളതല്ല, വുദൂ പൂർത്തിയാക്കി നിസ്കരിക്കുക. അതുകൊണ്ടാണ് മുജാഹദത്തുൻ നഫ്സ് എന്ന് പറഞ്ഞത്. തണുപ്പ് കാലത്തും എണീറ്റ് നിസ്കരിക്കാനും വുദൂ പൂർണ്ണമായിട്ട് ചെയ്യാനും നോമ്പനുഷ്ഠിക്കാനും അള്ളാഹിലേക്ക് അടുക്കുവാനും മനസ്സിനെ ഒന്ന് സമരം ചെയ്ത് തോൽപ്പിക്കാനുള്ള സെറ്റപ്പും കെൽപ്പും അതിനുള്ള സ്ട്രെങ്ത്തും നമുക്കുണ്ടെങ്കിൽ മാത്രം ഞാനൊരു ആണാണെന്ന് പറഞ്ഞാൽ മതി. മനസ്സിലായില്ലേ? വേറെല്ലോലെ മുമ്പിൽ നെളിഞ്ഞു നിൽക്കുമ്പോ ഞാൻ വലിയൊരാളാണ് എന്ന് നമുക്ക് തോന്നുന്നുണ്ടാവും. പക്ഷെ സ്വന്തം നഫ്സിന്റെ മുമ്പിൽ പൂച്ചയാണ് നമ്മൾ ഓരോരുത്തരും. അല്ലേ? എന്താണോ മനസ്സ് പറയണത് അതിനനുസരിച്ച് ഇങ്ങനെ പോവാ. നിലപാടിന് വിരുദ്ധമാണെന്ന് അറിഞ്ഞിട്ട് പോലും ആ മനസ്സിന് മുമ്പിൽ തോറ്റുകൊടുക്കുന്ന നമ്മൾ എന്നാണ് സുഹൃത്തുക്കളൊന്ന് ജയിക്കുക? മരിക്കണ സമയത്തോ? അതുകൊണ്ട് ജയിക്കണം നമുക്ക്. ഈ ദുനിയാവിൽ ആളുകളുടെ മുമ്പിൽ ജയിച്ചില്ലെങ്കിലും അള്ളാഹുവിന്റെ മുമ്പിൽ നമ്മുടെ കർമ്മങ്ങൾ പ്രദർശിപ്പിക്കുന്ന, നമ്മുടെ രഹസ്യവും പരസ്യവും പുറത്ത് കാണിക്കുന്ന, നമ്മുടെ പോക്കറ്റിൽ വന്ന സമ്പത്തിന്റെ സോഴ്സസ് കാണിക്കുന്ന ആ ഒരു പരലോകത്ത് സുഹൃത്തുക്കളെ നമുക്ക് ജയിക്കണം. അതിനാകെയുള്ളൊരു ലൈഫാണിത്. മനസ്സിലായില്ലേ? അതൊരിക്കലും നമ്മൾ എന്ത് ചെയ്യാ? മറക്കാതിരിക്കുക. 10ാമത്തെ കാര്യം എന്താ? നിങ്ങൾ ചൂട് മാറാനാ പലരും സ്മോക്ക് ചെയ്യണത്. തണുപ്പ് കൂടുമ്പോ എനിക്കൊരു സ്മോക്കിംഗ് ആണ്. ചിലർക്കാർ അങ്ങനെ പറയുന്നത്.
ചില ആൾക്കാർക്ക് ലഹരി ഉപയോഗിക്കാനും ഹറാമുകൾ ചെയ്യാനൊക്കെ ഉള്ളൊരു ലൂപ്പ് ഹോളാണ് ചൂടും തണുപ്പൊക്കെ. എന്ത് സാഹചര്യം വന്നാലും സന്തോഷം ഉണ്ടായാൽ കുടിക്കുക, ദുഃഖം ഉണ്ടായാലും കുടിക്കുക, ചൂടാണേലും കുടിക്കുക, തണുപ്പാണേലും കുടിക്കുക, അല്ലെ? എല്ലാറ്റിനും ഒരു റീസൺ ആയിട്ട് കാണുന്നത് ഓരോ സിറ്റുവേഷൻസാണ്. സുഹൃത്തുക്കളെ, എത്ര കാലം ഈ സിറ്റുവേഷൻസിനെ ഡിപ്പെൻഡ് ചെയ്ത് കാരണം പറഞ്ഞ് സമാധാനമടഞ്ഞ് നമ്മൾ മുന്നോട്ട് പോകും? അതുകൊണ്ട് ഏത് കാലത്തും ഹറാമുകൾ ജീവിതത്തിൽ നിന്ന് മാറ്റിവെക്കേണ്ടതാണ് എന്ന 10ാമത്തെ ഉപദേശമാണ് ഈ ഒരു സീസണുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്. വൽ ഖുലാസ, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം പടച്ചോൻ നമുക്ക് തനിച്ച് തന്നതാണ്. തനിച്ച് അള്ളാഹുവിലേക്ക് മടങ്ങുമ്പോൾ ഏറ്റവും നല്ല പെർഫെക്റ്റ് മുഅ്മിനായി, മുസ്ലിമായി, മുവഹിദായി, അള്ളാഹുക്ക് പ്രിയപ്പെട്ടവനായി മരിക്കാൻ പറ്റിയാൽ സുഹൃത്തുക്കളെ ഏറ്റവും വലിയ സൗഭാഗ്യവാന്മാരായിട്ട് നമ്മൾ മാറും. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാ വീഴ്ചകളും അള്ളാഹു വിട്ടുപുറത്തു മാപ്പാക്കി തരട്ടെ. നമ്മിലെ രോഗികൾക്ക് അള്ളാഹു ശിഫാവൻ ആജിൽ സമ്മാനിക്കട്ടെ. നമ്മിൽ നിന്ന് മരിച്ചു പിരിഞ്ഞവർക്ക് അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകുമാറാവട്ടെ. നമ്മുടെ നല്ല മുറാദുകളെ അള്ളാഹു ഹാസിലാക്കുമാറാവട്ടെ. നമുക്ക് നേരെയുള്ള മുസീബത്തുകളെ അള്ളാഹു സുബ്ഹാനഹു വ തആല തടുക്കുമാറാവട്ടെ. അള്ളാഹുവിന് വഴിപ്പെട്ട് ജീവിക്കുന്ന മുഅ്മിനാക്കി അള്ളാഹു നമ്മെ എല്ലാവരെയും മാറ്റുമാറാവട്ടെ. ജീവിതത്തിലുടനീളം ദീനിനെ പരിഗണിച്ചും അതിനെ പ്രാധാന്യം കൊടുത്ത് മുന്നോട്ട് പോകാൻ അള്ളാഹു നമ്മെ തുണയ്ക്കുമാറാവട്ടെ. അള്ളാഹു നമ്മിൽ പ്രയാസം അനുഭവിക്കുന്നവരുടെ എല്ലാ തരത്തിലുമുള്ള പ്രയാസങ്ങൾ ദൂരീകരിച്ചു കൊടുക്കുമാറാവട്ടെ. നല്ലവരായി ജീവിച്ച് പടച്ചറബിന് ഇഷ്ടപ്പെട്ട സമയത്ത് പടച്ചറബിലേക്ക് മരിച്ചു പിരിയാനുള്ള തൗഫീഖ്, മഹാസൗഭാഗ്യം അള്ളാഹു നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ. അള്ളാഹു നമ്മുടെ രാജ്യത്ത് സമാധാനവും സ്വാതന്ത്ര്യവും നിർഭയത്വവും ജനാധിപത്യവും നിലനിർത്തുമാറാവട്ടെ. അനൈക്യവും ഛിദ്രതയും കലാപവും വിതച്ച് സമൂഹത്തിന്റെ സാമൂഹിക അന്തരീക്ഷം വർഗീയവൽക്കരിച്ചുകൊണ്ട് അധികാരം പിടിച്ചുപറ്റാനുള്ള ശ്രമങ്ങളെ അള്ളാഹു പരാജയപ്പെടുത്തുമാറാവട്ടെ. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കഷ്ടപ്പെടുന്ന ആളുകൾക്ക് അള്ളാഹു ആശ്വാസം സമ്മാനിക്കുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരെ കൊല്ലാകൊല ചെയ്യുന്ന ആളുകൾക്ക് കനത്ത തിരിച്ചടി പ്രദാനം ചെയ്യുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിൽ ഹജാത്ത്. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم الراحمين.